ജീവേശ്വര ജഗദ്ഭേദരഹിതാദ്വൈത തേജസേ സിദ്ധിവിദ്യാധര ശിവശരവേ ഗുരവേ നമ. ഓം നമോ നമ സമ്പ്രദായ പരമഗുരവേ. 37 മുതൽ തുടങ്ങണം അല്ലേ? ഓക്കെ, എന്നാൽ നമുക്ക് അങ്ങനെ തുടങ്ങിയേക്കാം. പിന്നെ നമ്മള് എല്ലാവരും ഇതൊക്കെ വായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഉണ്ടോ? വായിക്കുന്നുണ്ട്. നല്ല ഒഴുക്കോട് കൂടി ചൊല്ലാനൊക്കെ എല്ലാരും പഠിച്ചോ? വന്നവരൊക്കെ എങ്ങനെയുണ്ട്? പാസ് ചെയ്യും? കുഴപ്പമില്ലയോ? നല്ല രീതിയിൽ ചൊല്ലി പോകാൻ പറ്റുന്നുണ്ടല്ലോ? പറ്റുന്നില്ല? കുഴപ്പമില്ല. ഞാന് ഏറ്റവും അവസാനം പഠിച്ച കൃതിയാണ് ഏതാ? ഈ പിന്നെ വിശാഖഷഷ്ടി. ഏറ്റവും അവസാനമായിട്ടാണ് ഞാൻ പഠിച്ചത് വിശാഖഷഷ്ടി. കാരണം ആദ്യം നമ്മുടെ ഈ പ്രധാനപ്പെട്ട പുസ്തകങ്ങളിലൊന്നും തന്നെ ഇത് പ്രസിദ്ധീകരിച്ചിട്ടില്ലായിരുന്നു. ഇതൊരു 10 കൊല്ലമേ ആയുള്ളൂ. നമ്മുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളിലൊക്കെ 15 കൊല്ലമേ ആകുന്നുള്ളൂ. പ്രധാനപ്പെട്ട പുസ്തകങ്ങളിലൊക്കെ ഇത് സ്ഥാനം പിടിച്ചിട്ടുള്ളൂ. അവസാനമായി കണ്ടെത്തിയതാണ് നമ്മുടെ ഈ വിശാഖഷഷ്ടി എന്ന് പറയുന്ന കൃതി. അപ്പോൾ ആദ്യകാലങ്ങളിൽ ഇത് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. പിന്നീട് ഇതിങ്ങനെ പുസ്തകങ്ങളിൽ വന്നപ്പോഴാണ് ഞാനിത് ശ്രദ്ധിച്ചത്. പിന്നീട് ഞാൻ എൻ്റെ വ്യാഖ്യാന ഗ്രന്ഥം എഴുതിയപ്പോൾ ഈ കൃതി ഞാൻ അതിനകത്ത് ചേർക്കുകയും ചെയ്തു. അങ്ങനെയാണിത് നമ്മൾ കൂടുതൽ പഠിക്കാൻ ഉള്ള സാധ്യത ഉണ്ടായത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിൽപ്പെട്ട് പലരും ഇപ്പോഴും ചോദിക്കുന്നുണ്ട്, വിശാഖഷഷ്ടി എന്ന് പറയുന്ന കൃതി ഗുരുദേവന്റെ കൃതികളിൽപ്പെട്ടതാണോ എന്ന് പോലും പലരും ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പം അതുകൊണ്ട് നമ്മൾ ഇത് പിന്നെ നമുക്ക് ഒഴുക്കോടെ ചെല്ലാൻ കഴിയാത്തതൊന്നും ഒരു അയോഗ്യതയായിട്ടൊന്നും ആരും കാണണ്ട. അപ്പോൾ നമുക്ക് 37-ാമത്തെ ശ്ലോകം. ദേഹത്തിൽ ഞാൻ അതിദൃഢാഹന്തമർത്യനതി മോഹത്തിനാസ്പദ അതർക്കോഹം വിവേകമുടെ രോഹം വിനാമിതിജസോഹം നിലയ്ക്കിടവര ആഹന്യമാനമഭിലോകത്തിനമൃതു തദാഹത്തെ വരികില്ലാഹന്ത തൽപ്പളനികേഹസ്ത വന്യമയിലേഹത്തിലേറി വരണം. ഈ ഒരു കൃതി, ഈ ഒരു ശ്ലോകം, ഇതിൽ ഒട്ടേറെ സംസ്കൃത കാവ്യ രചനയുടെ വൈഭവങ്ങളൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റും. മലയാള കവിതകൾക്ക് ഇടയിൽ തന്നെ സംസ്കൃത കവിതകളും കവിതാ രീതികളും ഒക്കെ തന്നെ ലയിപ്പിച്ച് ചേർക്കുന്ന ഒരു വലിയ സവിശേഷമായ രീതി ഭഗവാൻ അനുവർത്തിച്ചിട്ടുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. അപ്പോൾ ആ ഒരു രീതി ഉള്ളത് കൊണ്ട് തന്നെ ഭഗവാന് മലയാള കവിതാ രചനാ സമ്പ്രദായത്തിൻ്റെ ഉള്ളിൽ തന്നെ സംസ്കൃത കാവ്യരചനയുടെ ഒരു സിദ്ധിവിശേഷം കൂടെ നമുക്ക് ഇവിടെ പ്രകടിപ്പിക്കുകയാണ് ഈ കൃതിയിൽ. ദേഹത്തിൽ ഞാനിതി ദൃഢാഹന്ത മർത്യൻ അതിമോഹത്തിനാസ്പദം അതർക്കോഹം വിവേകമോടെ രോഹം വിനാപി നിജസോഹം നിലയ്ക്കിട വരാ ആഹന്യമാനമഭി ലോകത്തിനമൃതു തദാഹത്തെ വിട്ടുവരികിൽ ഇല്ല ആ ഹന്ത തൽപ്പളനി ഗേഹസ്ത വന്നി മയിലേഹത്തിലേറി വരണം. ദേഹത്തിൽ ഞാൻ അതിദൃഢാഹന്ത മർത്യൻ അതിമോഹത്തിന് ആസ്പദം അതർക്കോഹം വിവേകമോടെ രോഹം വിനാ അഭി നിജസോഹം നിലയ്ക്കിടവര ആഹന്യമാനമഭി ലോകത്തിനമൃതു തദാഹത്തെ വിട്ടുവരികിൽ ആ ഹന്ത തൽപ്പളനി ഗേഹസ്ത വന്യമയിലേഹത്തിലേറി വരണം. ഇങ്ങനെയാണ് നമുക്കത് പദച്ഛേദം ചെയ്ത ഈ രീതിയിൽ നമുക്ക് വായിക്കാൻ പറ്റും. എന്താണ് ഇനി ഇവിടെ പറയുക? ഇവിടെയും മനുഷ്യ മനസ്സിൻ്റെ പരിവർത്തനത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എപ്രകാരമാണ് നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ചിന്തകളിലേക്ക്, നമ്മുടെ പ്രവൃത്തികളിലേക്കൊക്കെ ഒരു സവിശേഷമായ പരിണാമം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക, സാത്വികമായ പരിണാമം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക. ഭഗവാന്റെ കൃതികളുടെ എല്ലാ ലക്ഷ്യമെന്ന് പറയുന്നത് ഭക്തിയും അതോടൊപ്പം തന്നെ ആത്മനവീകരണവുമാണ്. നമ്മളിൽ കറകളഞ്ഞ ഭക്തി ഉണ്ടാക്കിയെടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ആത്മവിശുദ്ധിയും നമ്മുടെ സ്വന്തം ആത്മാവിൻ്റെ വിശുദ്ധിയും ആത്മാവിൻ്റെ ശുദ്ധീകരണവും ശക്തീകരണവുമാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ നമുക്ക് ഭക്തിയെ ഭക്തിയുടെ വഴിക്ക് മാത്രം വിടുകയില്ല. ഭക്തിയിലൂടെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ
വിമലീകരിക്കപ്പെടുക, ശുദ്ധീകരിക്കപ്പെടുക, ശക്തീകരിക്കപ്പെടുക, അവൻ്റെ ചിന്തകളിലേക്കും അവൻ്റെ പ്രവൃത്തികളിലേക്കും ഈശ്വരഭക്തിയിലൂടെ പരിണാമത്തെ, മാറ്റത്തെ ഉണ്ടാക്കിയെടുക്കാൻ ബദ്ധശ്രദ്ധനായിരുന്നു മഹാഗുരു എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. തീർച്ചയായിട്ടും അതാണ് നമ്മിൽ ഭഗവാന്റെ മുമ്പിൽ നിൽക്കുന്നവർ, ഭഗവാന്റെ വചനങ്ങളെ ശ്രവിക്കുന്നവരിൽ ആന്തരികമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വളരെയേറെ കരുതലോടുകൂടിയായിരുന്നു മഹാഗുരു തൻ്റെ ഓരോ രചനകളും നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ളത്. കേവലം അധരവ്യായാമത്തിനോ അല്ലെങ്കിൽ പാരായണത്തിനോ അല്ലെങ്കിൽ ഭജനത്തിനോ, ഇപ്പം നമുക്കറിയാം ഭഗവാന്റെ കൃതികൾ നൃത്തത്തിന് ഉപയോഗിക്കുക അല്ലേ. ഇന്നിപ്പോൾ ഇവിടെ എൻ്റെ ഭാര്യ ഇവിടെ ഒരു മൊബൈലിനകത്തൂടെ ഗുരുദേവൻ്റെ ദൈവദശകത്തിൻ്റെ ഒരു പ്രാർത്ഥന കാണുന്നു. അത് വെസ്റ്റേൺ ശൈലിയിൽ, എൻ്റെ പാശ്ചാത്യ ശൈലിയിൽ, ഏതാണ്ട് പോപ്പ് മ്യൂസിക്കിൻ്റെയും ഒക്കെ രീതിയിൽ പാട്ട് പാടിയിട്ടിരിക്കുകയാണ് എന്ത് ദൈവദശകം എന്ന് പറയുന്ന കൃതി. എത്രമാത്രം അരോചകമാണ്, എത്രമാത്രം വിമർശിക്കപ്പെടേണ്ടതാണ്, എത്രമാത്രം ഗുരുനിന്ദയാണ് കാട്ടിക്കൊണ്ടുന്നത്. കാരണം എന്താണ്, ഗുരുവിൻ്റെ വചനങ്ങൾ എപ്പോഴും നമുക്ക് ഉത്കൃഷ്ടമായ രീതിയിൽ പാരായണം ചെയ്യാനും മനനം ചെയ്യാനും ഒക്കെ ഉള്ളതാണ്. അതിൽ സംഗീതത്തിൻ്റെ വിവിധ ഭാവങ്ങൾ ഒക്കെ അങ്ങോട്ട് തിരികെ കയറ്റി അതിനെ വികൃതമാക്കാനോ അത് ഡിസ്കോ ഡാൻസിന് വേണ്ടി രൂപപരിണാമപ്പെടുത്താനോ ഒന്നും ഉള്ളതല്ല മഹാഗുരുവിൻ്റെ കൃതികൾ. ഇപ്പൊ പലരും ഓട്ടംതുള്ളന് ഉപയോഗിക്കുകയാണ്, തിരുവാതിരയ്ക്ക് ഉപയോഗിക്കുകയാണ്, അങ്ങനെ നൃത്താവിഷ്കാരം ഒക്കെ ഉപയോഗിക്കുകയാണ് ഭഗവാന്റെ വിശുദ്ധമായ വചനങ്ങളൊക്കെ. നമ്മളത് ചിന്തിച്ചു നോക്കണം. ശങ്കരാചാര്യയുടെയോ രമണ മഹർഷിയുടെയോ അല്ലെ അതുപോലെയുള്ള ഏതെങ്കിലും ഗുരുശ്രേഷ്ഠന്മാരുടെ കൃതികളൊന്നും ആരും ഇങ്ങനെ തെരുവ് നൃത്തത്തിനും തെരുവുകളിൽ പോയി ആടിത്തിമർക്കുന്നതിനൊന്നും ഉപയോഗിക്കാറില്ല. അതൊക്കെ കാണിക്കുന്നത് നമ്മുടെ പിടിപ്പുകേടും നമ്മുടെ ചിന്താപരമായ പാപ്പരത്വം ഒക്കെയാണ്. എന്താണ് വചനങ്ങൾ, ഗുരുവിൻ്റെ വചനങ്ങളൊക്കെ തന്നെയെന്ന് പറഞ്ഞാൽ വേദങ്ങൾക്കും ഉപനിഷത്തുകൾക്കും സമാനമായിട്ടുള്ള കൃതികളാണ് ഭഗവാന്റെ കൃതികൾ ഓരോന്നും. അതൊന്നും തന്നെ തെരുവുകളിലോ അല്ലെങ്കിൽ നൃത്തശാലയിലോ കൊണ്ടുവച്ച് ആടാനും പാടാനും കൂത്താടാനും ഉള്ളതല്ല. അത് തൻ്റെ മൗനവേളകളിൽ, പ്രാർത്ഥനാവേളകളിൽ അത് ആലപിക്കാനും അത് ചിന്തിക്കാനും മനനം ചെയ്യാനും അതിലൂടെ നമ്മുടെ ആത്മവിശുദ്ധിക്ക് ഉപയോഗിക്കാനും വേണ്ടിയാണ് ഗുരുദേവൻ ഈ കൃതികളൊക്കെ എഴുതി നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ചത്. പക്ഷേ നമ്മളതിനെയൊക്കെ വികൃതമായി സ്വീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയുള്ളൊരു കെട്ട കാലത്താണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. ഗുരുവിൻ്റെ വചനങ്ങളും ഗുരുവിൻ്റെ കർമ്മങ്ങളുമൊക്കെ അതിൻ്റെ എല്ലാ മഹത്വവും നഷ്ടപ്പെടുത്തിക്കൊണ്ട് പൊതുജനങ്ങളുടെ സമക്ഷത്ത് അവതരിപ്പിക്കുകയാണ് നാം ഓരോരുത്തരും ചെയ്യുന്നത്. ഒരിക്കലും അതിനൊന്നും ആരും കൂട്ടുനിന്നുകൂടാത്തതാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഇതെല്ലാം അങ്ങനെ സംഭവിച്ചു പോവുകയാണ്. ദേഹത്തിൽ ഞാനിതി ദൃഢാഹന്തമർത്യനതിമോഹത്തിനാസ്പദമതർക്കോഹം വിവേകമോടെ രോഹം വിനാവിധിജ സോഹം നിലയ്ക്കിടവരാ ആഹന്യമാനമഭിലോകത്തിനമൃതദാഹത്തെ വിട്ടുവരികിൽ ആഹന്ത തൽപ്പളനി ഗേഹസ്ഥവന്യമയി ദേഹത്തിലേറി വരണം. എന്താണ് ദേഹത്തിൽ ഞാൻ ഇതി എന്ന് പറഞ്ഞാൽ? ഇതി ഞാൻ, ഈ ദേഹമാണ് ഞാൻ. നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? ഈ ശരീരമാകുന്നു ഞാൻ. നമ്മുടെ ഈ ശരീരത്തെ കണ്ടുകൊണ്ടാണ് നാം നമ്മെ അവതരിപ്പിക്കുക, നമ്മെ നാം അറിയുക. ഇത്രമാത്രം സവിശേഷതകൾ കൂടിയ ഒരു ശരീരത്തിന് ഉടമയായിരിക്കുന്നു ഞാൻ. ഇത്രമാത്രം ശക്തിയും സൗന്ദര്യവും സമ്പത്തും മഹിമയും ആഠ്യത്വവും ആർഭാടവും ഒക്കെയുള്ള ഒരു ശരീരത്തോടു കൂടിയവനാണ് ഞാൻ എന്ന രീതിയിലാണ് നാം നമ്മെ അറിയുക. ദേഹത്തിൽ ഞാനിതി, ദേഹമാണ് ഞാൻ എന്നുള്ള ദൃഢാഹന്ത. അഹന്ത എന്താ? ദൃഢാഹന്ത എന്ന് വെച്ചാൽ ദൃഢമായ അഹന്ത. നോക്കുക, ഭഗവാൻ ഈ സാമാന്യ ജനങ്ങളുടെ ഹൃദയത്തെ, ചിന്താവ്യാപാരത്തെ കൃത്യമായും പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവിടെ പറയുകയാണ്. എന്താണ് സാധാരണക്കാരനായ ഒരുവന്റെ ചിന്ത? എന്താണ്? നാം ഈ ശരീരമാകുന്നു, അതിൽ നാം ദുരഭിമാനികളാകുന്നു. ഇതിൽ അഹന്ത ഉറപ്പായിട്ടും അതിൽ മാത്രമാണ് നമുക്ക് അഹന്ത ഉണ്ടായിരിക്കുന്നത്. എന്നെ കണ്ടില്ലേ? ഈ ശരീരം കണ്ടില്ലേ? എൻ്റെ കുടുംബം കണ്ടില്ലേ? എൻ്റെ തറവാട് കണ്ടില്ലേ? എൻ്റെ വാഹനം കണ്ടില്ലേ? എൻ്റെ തോട്ടങ്ങളൊക്കെ കണ്ടില്ലേ? എൻ്റെ സമ്പാദ്യങ്ങളൊക്കെ കണ്ടില്ലേ? ഇതാണ് അഹന്ത, ദൃഢമായ അഹന്ത. നമ്മളെ എപ്പോഴും ചൂഴ്ന്നു നിൽക്കുന്നത് ഈ അഹന്തയാണ്. ദൃഢാഹന്ത മർത്യന്, ഈ മനുഷ്യന് ഈ അഹന്തയുണ്ട്. അതിമോഹത്തിന് മർത്യന് അതിമോഹത്തിന്, അതിയായ മോഹം ആണ് മനുഷ്യനെ എപ്പോഴും ഇങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ആഗ്രഹങ്ങളാണ്
അതിരറ്റ ആഗ്രഹങ്ങളാണ്, എണ്ണമറ്റ ആഗ്രഹങ്ങളാണ് നമ്മളെ എപ്പോഴും ദുഃഖത്തിലേക്ക് കൊണ്ട് തള്ളിയിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ ശരീരത്തിലുണ്ട് ദേഹാഭിമാനം കൊണ്ടുണ്ടാകുന്ന അഹന്തയാണ് മർത്യനെ ഇപ്രകാരമുള്ള അഹന്തയിലേക്ക് കൊണ്ട് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ എന്തിനും അതിയായ മോഹത്തിന് എന്താണ് ആസ്പദം ആസ്പദമായിരിക്കുന്ന അടിസ്ഥാനമായിരിക്കുന്നത് എന്ത് മാത്രമാണ്? ഈ ശരീരമാണ്, അഹം. ഇക്കാര്യത്തിൽ അഹം അതർക്ക എന്ന് പറഞ്ഞാൽ എന്ത്? അതർക്കം, തർക്കമേ ഇല്ല. തർക്കം എന്ന് പറഞ്ഞാൽ തർക്കിക്കുക, വാദിക്കുക. അതർക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ തർക്കമേതുമില്ല, സംശയമേതുമില്ല, വാദമേതുമില്ല, യാതൊരു ചോദ്യത്തിനും അവകാശം അവിടെ ഇല്ല. എന്താണ് നാം ഇപ്രകാരമൊക്കെ അഹന്തയിൽപ്പെട്ട് വിടലുന്നത്? നാം എന്താണ്? നമ്മുടെ ശരീരം, നമ്മുടെ അസ്തിത്വം, നമ്മുടേതായ എൻ്റേത് എന്നുള്ള നമ്മുടെ ഈ ചിന്തയും നമ്മുടെ ഈ അവകാശവാദങ്ങളുമാണ് എവിടേക്ക് നമ്മളെ അഹന്തയാണ് മനുഷ്യനെ അതിയായ മോഹത്തിലേക്ക് കൊണ്ടുപോയി നിർത്തിക്കൊണ്ടിരിക്കുന്നത്. വിവേകമോടെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് വിവേകമുണ്ടാകണം. ഈ തർക്കങ്ങളില്, ഈ വാദങ്ങളില്, ഈ വിവാദങ്ങളില്, ഈ അവകാശവാദങ്ങളില്, ഈ ശരീരം മൂലമുണ്ടാകുന്ന, തൻ്റെ സമ്പത്ത് മൂലമുണ്ടാകുന്ന, തൻ്റെ തറവാടിത്തം മൂലമുണ്ടാകുന്ന, തൻ്റെ അഹംബോധം മൂലമുണ്ടാകുന്ന ഇതിലേക്ക് നാം പെട്ടുപോകരുത്. അതിലേക്ക് പെട്ടുപോകരുത്. എന്ത് ചെയ്യണം? ഈ തർക്കത്തിലേക്ക് നാം പതിച്ചു പോകരുത്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വിവേകമോടെ നാം ഇതിനെ സമീപിക്കണം. എന്താണ് വിവേകം എന്ന് പറയുന്ന വാക്ക്? വിവേകം എന്ന് പറയുന്ന വാക്ക് നമ്മൾ മിക്കവാറും ഉപയോഗിക്കുന്നത് എന്താണ്? ഏതർത്ഥത്തിലാണ്? ബുദ്ധി എന്നുള്ള ഒരു അർത്ഥത്തിലാണ് വിവേകം എന്ന് പറയുന്ന വാക്കിനെ നമ്മൾ കാണുക. നമ്മുടെ ചിന്ത, ബുദ്ധി, അതിനെ ആണ് വിവേകം. അപ്പൊ ഇവിടെ നമ്മൾ വിവേകത്തെ നാം വേറെ രീതിയിൽ വിലയിരുത്തപ്പെടേണ്ടതായിട്ടുണ്ട്. വിവേകവും ബുദ്ധിയും രണ്ടാണ് എന്ന് നാം തിരിച്ചറിയണം. എന്താണ് സാധാരണ നമ്മുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ബുദ്ധിയുണ്ട്. നമുക്ക് ഇരുട്ടും വെളിച്ചവും തിരിച്ചറിയാനുള്ള ബുദ്ധിയുണ്ട്. നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള ബുദ്ധിയുണ്ട്. നമുക്ക് ഈ ലോകത്തെക്കുറിച്ച് എല്ലാം അറിയുന്നതിനുള്ള ബുദ്ധിയുണ്ട്. വിവരമുണ്ട്, അറിവുണ്ട്, വിവരമുണ്ട്, ബുദ്ധിയുണ്ട്. നമുക്ക് നമ്മുടെ ബന്ധുക്കളെ അറിയാം, നമ്മുടെ ശത്രുക്കളെ അറിയാം, ഈ ലോകത്തെ എല്ലാം നമുക്കറിയാം, അകലെയുള്ളതിനും അടുത്തുള്ളതിനെയും നമുക്കറിയാം. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിവുണ്ട്, ആ ഒരു ബുദ്ധി നമുക്കുണ്ട്. പക്ഷേ വിവേകം എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ നമുക്ക് ഈ ബുദ്ധി എവിടെ നിന്നാണ് വരിക? നമ്മളിൽ നിന്ന് പുറത്ത് കാണപ്പെടുന്നതായ ഈ പ്രപഞ്ചത്തിൽ നിന്നാണ് നമുക്ക് ഈ വിവരവും ബുദ്ധിയും ഉണ്ടാകുന്നത്. നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഈ ബുദ്ധി നമുക്കുണ്ടാകുന്ന എവിടെ നിന്നാണ്? നമ്മെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മിൽ നിന്ന് അന്യമായി ഈ സമൂഹത്തിൽ, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ അന്തരീക്ഷത്തിൽ, ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നതായ സർവ്വതും നാം അറിയുകയും അറിയിക്കുകയും ചെയ്യുന്നത് വിവരത്തിലൂടെയും ബുദ്ധിയിലൂടെയാണ്. അപ്പൊ ഈ ബുദ്ധി നമുക്ക് എവിടെ നിന്നാ വരിക? പുറമേ നിന്ന് ലഭിക്കുന്നു. നമുക്ക് പുറത്തു നിന്ന് ലഭിക്കുന്നതാണ് ബുദ്ധി. ഈ വിവരങ്ങൾ, ഈ ഇൻഫർമേഷൻസ്, ഇതെല്ലാം നമുക്ക് ബാഹ്യമായി ലഭ്യമാകുന്നതാണ്. പക്ഷേ നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ഒരു അറിവ് ലഭിക്കുന്നുണ്ട്. നമ്മുടെ അന്തരാകാശത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമുക്കൊരു അറിവ് ലഭിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ നിന്നാണ്. അതാണ് വിവേകം എന്ന് പറയുന്നത്. വിവേകം നമുക്ക് എവിടെ നിന്നാണ് ലഭ്യമാകുക? നമ്മുടെ ആന്തരികമായ അനുഭൂതികളിൽ നിന്ന്, അറിവുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. വിവരവും ബുദ്ധിയും നമുക്ക് എവിടെ നിന്ന് ലഭിക്കുന്നു? നമ്മുടെ ബാഹ്യ ലോകത്തു നിന്നും നമുക്ക് ലഭിക്കുന്നു. ഇതാണ് ബുദ്ധിയും വിവേകവും തമ്മിലുള്ള വ്യത്യാസം. വിവേകവും തമ്മിലുള്ള വ്യത്യാസം. കേരളത്തിന് എത്ര ജില്ലയുണ്ട്? സൗരയൂഥത്തിൽ എത്ര ഗ്രഹങ്ങളുണ്ട്? ലോകത്തിൽ എത്ര രാഷ്ട്രങ്ങളുണ്ട്? എത്ര മതങ്ങളുണ്ട്? എത്ര ദൈവങ്ങളുണ്ട്? ഈ വക ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്ക് എവിടെയാ കിട്ടുന്ന? വിവരങ്ങളിൽ നിന്ന് കിട്ടുന്നു. നമ്മിൽ നിന്നും ബാഹ്യമായ വിവരങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട്, അറിവുകൾ ശേഖരിച്ച് വെച്ചുകൊണ്ട് ഇതിനെ നമ്മൾ എന്ത് പറയും? വിവരമെന്നോ ബുദ്ധിയെന്നോ നമുക്ക് പറയും. പക്ഷെ വിവേകം എന്താണ്? നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്നതാണ് വിവേകം. നമ്മുടെ ഉള്ളിൽ നിന്ന് എന്ത് നമുക്കുണ്ടാകും? നമുക്ക് അറിവുണ്ടാകും, നമുക്ക് സ്നേഹമുണ്ടാകും, നമുക്ക് അനുകമ്പയുണ്ടാകും, നമുക്ക് തിരിച്ചറിവുണ്ടാകും. ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുകയാണ്. നമ്മുടെ അന്തരാത്മാവിൽ നിന്നാണ് നമുക്ക് ലഭിക്കുക. അത് ബാഹ്യമായി എങ്ങും നിന്ന് നമുക്ക് ആകാൻ പറ്റില്ല. ഒരു പുസ്തകത്തിൽ നിന്ന് പഠിക്കാൻ നമുക്ക് പറ്റില്ല. സ്നേഹത്തെക്കുറിച്ച്, കരുണയെക്കുറിച്ച്, അനുകമ്പയെക്കുറിച്ച് ഇതൊന്നും നമുക്ക് ഒരു പുസ്തകത്തിൽ നിന്ന് പഠിക്കാൻ പറ്റില്ല. ഒരു അധ്യാപകനിൽ നിന്ന് പഠിക്കാൻ പറ്റില്ല. ലോകത്തിലുള്ള ഒന്നിൽ നിന്നും നമുക്ക് ഇത് ലഭ്യമല്ല. ഇത് നാം
നമ്മുടെ അന്തരാത്മാവിലേക്ക്, നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് നാം ഇറങ്ങിച്ചെന്നുകൊണ്ട് ഒരു ഗവേഷണം നടക്കുമ്പോൾ, നിരീക്ഷണം നടക്കുമ്പോൾ, പര്യവേഷണം നടത്തുമ്പോൾ അവിടെ നിന്ന് ലഭ്യമാകുന്നതാണ് വിവേകം. നമുക്കറിയാം, നാം ഏതൊരു വ്യാപാരങ്ങളിലേക്ക് പോകുമ്പോഴും ഏതൊരു കർമ്മങ്ങളിലേക്ക് പോകുമ്പോഴും നമ്മിലേക്ക് രണ്ട് വിധത്തിലുള്ള ഉത്തരവുകൾ നമുക്ക് ലഭിക്കാറുണ്ട്, സന്ദേശങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട്. ആദ്യമായി നമുക്ക് ലഭിക്കും എന്ത്? ഹൃദയത്തിൻ്റെ സന്ദേശം. രണ്ടാമത്തെ സന്ദേശം എന്താണ്? ബുദ്ധിയുടെ സന്ദേശം. ബുദ്ധിയുടെ സന്ദേശമാണ് രണ്ടാമത് ലഭിക്കുക. ആദ്യം എന്താണ് കിട്ടുക? നാം എന്തെങ്കിലും ഒരു വിഷയത്തിലേക്ക് ഇടപെടാൻ പോകുന്നു. നമ്മുടെ ഉള്ളിൽ നിന്ന് കൃത്യമായ ഒരു നിർദ്ദേശം, ഒരു സന്ദേശം അപ്പോഴേ അവിടെ നിന്ന് പ്രവഹിക്കും. നമ്മോട് പറയുന്നു, അരുത്, അവിടേക്ക് പോകണ്ട, അവനുമായി കൂട്ടുവേണ്ട, ആ രീതിയിൽ നീ സംഭാഷണം ചെയ്യരുത്, ആ കർമ്മങ്ങളിൽ നീ ഇടപെടരുത്, നീ ഇന്നത് ചെയ്യണം എന്ന കൃത്യമായ ഹൃദയത്തിൻ്റെതായ ഒരു സന്ദേശം, വിവേകത്തിൻ്റെതായ ഒരു തിരിച്ചറിവിൻ്റെതായ ദൈവികതയുടേതായ ഒരു സന്ദേശം നമുക്ക് ലഭ്യമാകും. എന്നാൽ അതിനുശേഷം വീണ്ടും നമുക്കൊരു നിർദ്ദേശം നമ്മുടെ ഉള്ളിൽ നിന്ന് ലഭിക്കും. വേണ്ട, അത് കേൾക്കരുത്, നിനക്ക് നിന്റെ വിവേകത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ആ സന്ദേശം നീ സ്വീകരിക്കാൻ പാടില്ല, നീ പുറപ്പെടുക, നീ അത് ചെയ്യുക, നീ അത് പറയുക, നീ അതിലേർപ്പെടുക എന്നുള്ള രണ്ടാമത്തെ സന്ദേശം നമുക്ക് ലഭിക്കും. ആ രണ്ടാമത്തെ സന്ദേശം നമ്മുടെ മനസ്സിൻ്റെതാണ്, നമ്മുടെ ബുദ്ധിയുടേതാണ്, നമ്മുടെ ശിരസിൻ്റെതാണ്. ഇത് നമുക്ക് വിജയങ്ങളും പരാജയങ്ങളും നമുക്ക് സമ്മിശ്രമായി നമുക്ക് ലഭിക്കും. ശാശ്വതമായ വിജയം നമുക്ക് കിട്ടുന്നതല്ല ഈ രണ്ടാമത്തെ നിർദ്ദേശത്തിലൂടെ നമുക്ക് ചലിക്കുമ്പോൾ ഉണ്ടാകുന്നത്. നാം നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ എന്നും ഇത് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിവേകം നമുക്കില്ലാതെ പോകുന്നത് കൊണ്ട് നമ്മൾ അറിയാതെ ആപത്തുകളിലേക്ക് നമുക്ക് വിവേകത്തിൻ്റെതായ നിർദ്ദേശങ്ങൾ നമ്മൾ സ്വീകരിക്കാത്തത് കൊണ്ട് തീർത്തും അപ്രതീക്ഷിതമായിരിക്കുന്നതും എന്നാൽ എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നതുമായ ദുഃഖങ്ങളിലേക്കും നരകങ്ങളിലേക്കും നഷ്ടങ്ങളിലേക്കും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഹൃദയത്തിൻ്റെ സന്ദേശം നാം ആരും സ്വീകരിക്കാറില്ല. വിവേകത്തിൻ്റെ സന്ദേശം നാം ഒരിക്കലും സ്വീകരിക്കാറില്ല. അതിനെ തടഞ്ഞു നിർത്താനും അതിലംഘിക്കാനും നമ്മുടെ മനസ്സിൻ്റെ, നമ്മുടെ ബുദ്ധിയുടെ നിർദ്ദേശം നമുക്ക് ഉടനെ എത്തും. നീ രാവിലെ ഉണരണ്ട, നീ കിടന്നുറങ്ങൂ, നിന്റെ ശരീരത്തിന് വിശ്രമം ആവശ്യം ആണ് എന്ന് നമ്മുടെ മനസ്സ് നമ്മോട് പറയും, നമ്മുടെ ബുദ്ധി നമ്മോട് പറയും. പക്ഷെ ഹൃദയം നമ്മോട് പറയും, ഉണരുക, നീ പ്രഭാതത്തിലെ ഉണരുക, നീ ഇന്ന കർമ്മങ്ങൾ ചിട്ടയായി ചെയ്തുകൊണ്ടിരിക്കുക, സമയ നീക്കമില്ലാതെ, നേരെ നീക്കമില്ലാതെ നീ ഇന്നതൊക്കെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുക, നീ അവിടെ പോകണ്ടേ, ഈ സമയത്ത് പോകണ്ടേ. അപ്പോൾ മനസ്സ് നമ്മോട് പറയുന്നു, ഇപ്പോൾ പോകണ്ട, നീ ക്ഷീണിതനല്ലേ, അല്പനേരം കൂടെ വിശ്രമിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടക്കുന്നു. അതുപോലെ ഓരോ കർമ്മങ്ങളിലേക്കും നമ്മൾ പോകുമ്പോൾ, പഠിക്കുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ, സമ്പാദിക്കാൻ ഇറങ്ങുമ്പോൾ, അങ്ങനെ എല്ലാ നമ്മുടെ ജീവിത മുഹൂർത്തങ്ങളിലും രണ്ട് ഉത്തരവുകൾ, രണ്ട് നിർദ്ദേശങ്ങൾ ഒരേ സമയം നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ നിശബ്ദമായി നമ്മുടെ വിവേകത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സന്ദേശങ്ങൾ നമ്മൾ എപ്പോഴും വിസ്മരിക്കുന്നു, അവഗണിക്കുന്നു. എവിടേക്ക് പോകുന്നു? മനസ്സിൻ്റെതായ, ബുദ്ധിയുടേതായ ആ ഒരു നിർദ്ദേശത്തിൻ്റെ പിന്നാലെ നാം പാഞ്ഞു പോകുമ്പോൾ അത് ആഗ്രഹത്തിൻ്റെ പിന്നാലെയാണ്, അഹന്തയുടെ പിന്നാലെയാണ്, ഈ മർത്യൻ്റെ അഹന്തയുടെ പിന്നാലെയാണ് പോകുന്നത് എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറയുകയാണ്, ഈ അഹന്തയോടൊപ്പം നീ പോകരുത്, അതിമോഹത്തോടൊപ്പം നീ പോകരുത്, വിവേകമോടെ നീ നിൽക്കണം. നീ എന്താണ് ചെയ്യേണ്ടത്? വിവേകമോടെ, ഈ വിവേകത്തോടുകൂടി ചെയ്യുന്നത് നിജരോഹം വിനാ അഭി, സ്വയം ഉദ്ധരിക്കുന്ന സാധന കൂടാതെ നീ പോകാൻ പാടില്ല. നിന്നെ സ്വയം ഉദ്ധരിക്കാൻ പ്രാപ്തമായ നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ, നിന്റെ കരുതലുകൾ ഒക്കെ നിനക്ക് ലഭ്യമാകുന്ന എവിടെ നിന്നാണ്? വിവേകത്തിൽ നിന്നാണ്, നിന്റെ ഹൃദയത്തിൽ നിന്നാണ്, നിന്റെ അന്തരാത്മാവിൽ നിന്നാണ്, സർവേശ്വരനിൽ നിന്നാണ്. അവൻ നിന്റെ ചിത്തത്തിലാണ് വസിക്കുക, ഇല്ലേ? അതും നമ്മൾ അറിഞ്ഞുകൊള്ളണം. ചിത്തത്തിലാണ് വസിക്കുക. നിജരോഹം വിനാ അഭി എന്ന് പറഞ്ഞാൽ സ്വയം ഉദ്ധരിക്കുന്ന സാധനയോ കൂടാതെ എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മൾ എഴുതി വെക്കേണ്ടത്. സ്വയം ഉദ്ധരിക്കപ്പെടണം, അതിനുള്ളൊരു സാധന നമുക്കുണ്ടാകണം. സോഹം നിലയ്ക്ക്, സോ അഹം, സർവം അഹം, എല്ലാം നാം എന്നറിഞ്ഞുകൊള്ളുക, അഹന്തയെ മാറ്റി നിർത്തുക. പരമമായ സത്യം തന്നെയാണ് ഞാനെന്ന് നീ അറിഞ്ഞു. സോഹം, സർവം അഹം തന്നെയാണ്. സോഹം സോഹം എന്ന് നാം ഉച്ചരിക്കുമ്പോൾ നാം അറിയുക, നമ്മിൽ നിന്ന് അന്യമായി പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നതെല്ലാം ഒന്നാണ്, നാം അല്ലാതെ മറ്റൊന്നുമല്ലാതെ
നമ്മെ ഉണ്ടാക്കിയ ആ കർമ്മം കൊണ്ട് തന്നെ അവരെയും ഉണ്ടാക്കിയിരിക്കുന്നു. നമ്മെ ഉണ്ടാക്കിയ ആ പഞ്ചഭൂതാത്മകമായ സൃഷ്ടി വിശേഷങ്ങൾ കൊണ്ട് തന്നെയാണ് അവയും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. നിന്നിൽ നിന്ന് അന്യമല്ല, സോഹം സർവ്വതും നാം തന്നെയെന്ന് നാം തിരിച്ചറിഞ്ഞുകൊള്ളുക. ഇതാണ് വിവേകം. അവൻ അന്യനാണ്, ഇത് എന്നിൽ നിന്ന് അന്യനാണ്, അതിനെ നാം ഇല്ലാതെയാക്കേണ്ടതാണ്, അതിനെ ഞാൻ കരസ്ഥമാക്കേണ്ടതാണ്, അതിനെ ഞാൻ സമ്പാദിക്കേണ്ടതാണ്, അതെൻ്റെ പെട്ടിയിൽ വെച്ച് പൂട്ടേണ്ടതാണ്, അവനെ അടിച്ചോടിക്കപ്പെടേണ്ടതാണ്, അവനെ ഉന്മൂലനം ചെയ്യപ്പെടേണ്ടതാണ്. ഇങ്ങനെയുള്ള അഹന്തകളിലൂടെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് നിരന്തരമായ ദുഃഖങ്ങൾ, ദുരിതങ്ങളും നഷ്ടങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. സോഹം സർവവും നാം തന്നെയാകുന്നു, എനിക്ക് അന്യമായി ഈ ലോകത്തിൽ യാതൊന്നുമില്ല. പക്ഷേ നമുക്കിത് എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ പ്രയോഗത്തിൽ വരുത്താൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു സന്യാസിക്ക്, സർവസംഘ പരിത്യാഗിയായിരിക്കുന്ന ഒരു സന്യാസിക്ക് മാത്രമാണ് ഇത് അക്ഷരാർത്ഥത്തിൽ തന്നെ ജീവിതത്തിൽ പകർത്താൻ കഴിയുക. അല്ലാത്ത ഒരുവന് അക്ഷരാർത്ഥത്തിൽ ജീവിതത്തിൽ പകർത്താൻ കഴിയില്ല. പക്ഷെ നമുക്കിവിടെ ഭഗവാൻ തരുന്ന നിർദ്ദേശത്തിൻ്റെ സന്ദേശം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ആവത് നമ്മളെ കൊണ്ട് എത്രമാത്രം സ്വാംശീകരിക്കാൻ പറ്റുമോ അത്രമാത്രം ഈ സർവവും അഹമാണ്, എന്നിൽ നിന്ന് അന്യമല്ല എന്ന ചിന്തയോടുകൂടി ഈ പ്രപഞ്ച വ്യവഹാരത്തിൽ നമ്മൾ ഏർപ്പെട്ടുകൊള്ളുക. പരമാവധി 1% 1%, 2% 2%, 20 20, 40 40, 50% 50%. അങ്ങനെ നിങ്ങളുടെ ഈ പ്രപഞ്ചത്തിലെ സർവ്വതും എന്നിൽ നിന്ന് അന്യമല്ല, ഇതൊന്നും അപരത്വത്തിലേക്ക് പോകുന്നതല്ല അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാനുള്ള നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ കൂടുതൽ പാകപ്പെടുത്തിയെടുക്കാനുള്ള ഒരു പരിശ്രമം ഈ മനുഷ്യജന്മത്തിൽ നിങ്ങൾ ചെയ്തു കൊള്ളുക. ഭഗവാൻ അതാണ് പറയുക. പൂർണ്ണമായി നമുക്കിതൊന്നും നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കാൻ കഴിയില്ല. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് ചോദിക്കാം, സാർ അങ്ങനെയാണോ ജീവിതത്തിൽ നീങ്ങുന്നത്? സാറിന് ശത്രുക്കളില്ലേ, അന്യരില്ലേ, സാറ് സമ്പാദിക്കാറില്ലേ, സ്വന്തം പണം കരുതി തൻ്റെ പെട്ടിയിൽ വെച്ച് പൂട്ടാറില്ലേ, തൻ്റെ വാഹനവും തൻ്റെ വീടും പിന്നെ സമ്പാദിച്ചു കൂട്ടുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് നമുക്ക് ഒരു സർവസംഘ പരിത്യാഗിയായ ഒരു സന്യാസി ചെയ്യുന്നത് പോലെ ഈ പറയുന്ന സാത്വികമായ വിവേകത്തിൻ്റെതായ സന്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്താൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഒട്ടേറെ പരിമിതികളും ഉണ്ട്. നമുക്ക് പുത്രകളത്രാദികൾ, ഭാര്യയുണ്ട്, മക്കളുണ്ട്, സാമൂഹ്യമായ ബന്ധങ്ങളുണ്ട്, കടപ്പാടുകളുണ്ട്, ബാധ്യതകളുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇതിനകത്ത് നിന്നുകൊണ്ട് എവിടെ വരെ നമുക്ക് സർവേശ്വര സന്ദേശത്തിന്, വിവേകത്തിൻ്റെ അടിസ്ഥാനമായ ഹൃദയത്തിൻ്റെ സന്ദേശത്തിനും ഹൃദയത്തിൻ്റെ ഭാഷയിലും നമുക്ക് എത്രമാത്രം ഈ ലോകത്തോട് ഇടപഴകാൻ കഴിയുമെന്ന് നാം നിരന്തരം ചിന്തിച്ചു കൊള്ളുക. അതിൽ ഒരു വിട്ടുവീഴ്ചയും ഒരു ഔദാര്യവും കൂടാതെ നമ്മൾ അതിലേക്ക് പോകണം. അതുകൊണ്ട് പറയാം, നിജരോഹം വിനാവി. നോക്കുക, നീ എന്ത് ചെയ്യണം? നിന്നെ ഉദ്ധരിക്കാൻ കഴിയുന്നതായി നിരന്തരമായി നിത്യമായ ഉദ്ധാരണം, ഉയർച്ച, വളർച്ച, ശ്രേഷ്ഠത ഇതൊക്കെ നിനക്ക് ലഭ്യമാകാൻ പറ്റുന്നത് എന്തുകൊണ്ട് മാത്രമാണ്? ഈ വിവേകത്തിൻ്റെ ഓടൊപ്പം നീ യാത്ര ചെയ്യുക. സോഹം എന്നുള്ള ഒരു ആത്മീയമായ തിരിച്ചറിവ് നിനക്കുണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്ത് വരില്ല? ഈ നിരന്തരമായ ദുഃഖദുരിതങ്ങളിലേക്ക് പോകാൻ ഇടവരാ. ഒരിക്കലും അവസരമുണ്ടാകില്ല. ആഹന്യമാനമപി. നോക്കണം, നീ എന്തൊക്കെ സമ്പാദിച്ചു വെച്ചോ, ആർജിച്ചു വെച്ചോ, അതെല്ലാം ആഹന്യമാണ്, നശിക്കാവുന്നതാണ്, ഹനിക്കപ്പെടാവുന്നതാണ്, ആഹന്യമാണ്, അത് നശ്വരമാണ്. നീ ഓർത്തുകൊള്ളുക. നീ എന്തൊക്കെ സമ്പാദിച്ചു വെച്ചാൽ അതെല്ലാം നീ ഓർത്തുകൊള്ളുക, അത് നശ്വരമാണ്. അനശ്വരമായി ഒന്ന് നിന്നിലുണ്ട്, അത് നീ അറിയുന്നുമില്ല. അനശ്വരമായി ഒന്ന് നിന്നിൽ ഉണ്ട് എന്ന് നീ അറിയുന്നില്ല, അതിനെ നീ അറിയുന്നില്ല. നാം ഈ ശരീരത്തെ മാത്രം ആണ് ഇവിടെ ആദരിക്കുക, അതിനുവേണ്ടി ആണ് നാം പോഷിപ്പിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ നീ ഓർക്കുക, അതെല്ലാം ആഹന്യമാണ്. ഈ ലോകത്തിന് അമൃതു, ആ ഏറ്റവും സൂക്ഷ്മമായ അഹത്തെ, എന്താണ്? നമ്മുടെ ഞാൻ എന്ന അഹംഭാവത്തെ തഥാ വിട്ടുവരികിൽ, ഉപേക്ഷിച്ചിട്ട് വരികയാണെങ്കിൽ മാത്രം ഹന്ത എന്ന് പറയുന്നത് എന്താണ്? ഹന്ത എന്ന് പറയുന്ന ആശ്ചര്യം, അത്ഭുതം. ഹന്ത എന്ന് പറഞ്ഞ് എന്നെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്.
ഈശ്വരന്റെ മഹിമയ്ക്ക് മുമ്പിൽ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഭഗവാന്റെ മുമ്പിൽ, സർവേശ്വരന്റെ മുമ്പിൽ, സർവേശ്വരന്റെ ആ വചനങ്ങൾക്ക് മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ അറിയാതെ നമ്മൾ ആശ്ചര്യഭരിതരായി പോകും, അത്ഭുതപ്പെട്ടു പോകും. വരികിൽ ആഹന്ത എവിടെയാണ് നിങ്ങൾ നിൽക്കുക? തൽപ്പളനി ഗേഹസ്തവന്നി. നിങ്ങൾ എന്തായി മാറും? നിങ്ങൾക്ക് അറിയണമെങ്കിൽ, അനുഭവിക്കണമെങ്കിൽ നിങ്ങൾ എവിടെയായിരിക്കണം? പളനിയാകുന്ന ഗേഹത്തിലേക്ക് നിങ്ങൾ എത്തണം. ആ പളനിയാകുന്ന എന്താണ് വന്നി എന്ന് പറഞ്ഞാൽ എന്താണ്? അഗ്നി എന്നാണ്. ഭഗവാൻ ജ്യോതി സ്വരൂപത്തിൽ എവിടെയാണ് വിളങ്ങുന്നത്, വിരാജിക്കുന്നത്, കുടികൊള്ളുന്നത്? ആ പളനിയിലാണ്. ആ പളനിയാകുന്ന ഭൂമണ്ഡലമാകെ നിറഞ്ഞു നിൽക്കുന്നവനാണ് അവൻ ജ്യോതി സ്വരൂപനായിട്ട് അവിടെ വർദ്ധിക്കുന്നു. എല്ലാ അഹന്തകളെയും വിട്ടുകൊണ്ട്, എല്ലാറ്റിലും ഉള്ള ആസക്തിയും ഇല്ലാതെയാക്കിക്കൊണ്ട് നീ എവിടേക്ക് അണയുക? ഭഗവാന്റെ മുമ്പിലേക്ക് അണയുക. ജ്യോതിസ്വരൂപനായ അവൻ അവിടെ നിൽക്കുന്നു. മയിലേഹത്തിൽ, മയിൽ എന്ന് പറയുന്ന ആ വാഹനത്തിൽ ആണ് അവൻ അവിടെ നിൽക്കുക. നിനക്ക് അവിടെ വന്നാൽ എന്ത് കിട്ടും? ഭഗവാനെ നിനക്ക് കാണും. നോക്കുക, എന്തുകൊണ്ട് ഭഗവാൻ അവിടെ എത്തി എന്ന് ഞാൻ നിങ്ങളോട് നമ്മുടെ ഈ കൃതിയുടെ ആരംഭത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അഹന്തകളെല്ലാം ഇല്ലാതെയായി, സ്വന്തമെന്ന് പറയുന്നവരെല്ലാത്തിനെയും ഉപേക്ഷിച്ചുകൊണ്ട് ആ ഭഗവാന്റെ സവിധത്തിൽ നിന്ന്, ശ്രീ പരമേശ്വരന്റെയും പാർവതിയുടെയും സംരക്ഷണത്തിൽ നിന്ന്, കൈലാസത്തിന്റെ ആത്മീയ സുരക്ഷിതത്വത്തിൽ നിന്ന് ഭഗവാൻ ഇറങ്ങി പോരുകയല്ലേ ചെയ്യുക. ഒരു ഭിക്ഷുവിനെ പോലെ തൻ്റെ മയിലിനെയും എടുത്തുകൊണ്ട്, കേവലം ഒരു ദണ്ഡും ആയുധമാക്കിക്കൊണ്ട്, ഒരു കൗപീനം മാത്രം ധരിച്ചുകൊണ്ട് ഭഗവാൻ ഇവിടെ വന്ന് സർവ്വം ഉപേക്ഷിച്ച്, എല്ലാ സമൃദ്ധിയും ഉപേക്ഷിച്ചുകൊണ്ട്, കേവലമായ വരണ്ട ഊഷരമായ ഒരു ശിലാപർവ്വതത്തിൻ്റെ മുകളിൽ ഭഗവാൻ ഇതാ ജ്യോതി സ്വരൂപനായി നിൽക്കുന്നു. അവൻ്റെ അരികിലേക്ക് വരിക. ജന്മജന്മാന്തരങ്ങളായി, കോടാനുകോടി വർഷങ്ങളായി, യുഗാന്തരങ്ങളായി, തലമുറകളായി ഭഗവാൻ അവിടെ ജ്യോതി സ്വരൂപനായി അവിടെ വിരാജിച്ചുകൊണ്ടിരിക്കുന്നു. അവിടേക്ക് നീ വന്നണയുക. അവിടെയാണ് നിനക്ക് എല്ലാ ദുരാഗ്രഹങ്ങളിൽ നിന്നുള്ള മോചനമുണ്ടാകാൻ അനുഗ്രഹം ലഭിക്കുന്ന ഇടം എന്നറിഞ്ഞുകൊണ്ട് 37-ാമത്തെ ശ്ലോകം നമ്മൾ ഇവിടെ പഠിച്ചു തീർക്കുകയാണ്. ദേഹത്തിൽ ഞാനിതി ദൃഢാഹന്തമർത്യനതിമോഹത്തിനാസ്പദമത് തർക്കോഹം വിവേകമോടെ രോഹം വിനാവിനിജദോഹം നിലയ്ക്ക് ഇടവര ആഹന്യമാനമവിലോകത്തിനമൃതുതദാഹത്തെ വിട്ടുവരികിൽ ആ ഹന്തതൽപ്പളനിയെ ഹസ്തവന്യമയിലേഹത്തിലേറി വരണം. അവിടെ ഏറി ചെല്ലുക. ദൃഢാഹന്ത എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ള അഹന്ത. മർത്യൻ മനുഷ്യൻ. അതിമോഹം അറിയാമല്ലോ, അതിമോഹം. ആസ്പദം അടിസ്ഥാനം. അഹം അതർക്കഹ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു സംശയമില്ല. അഹം എന്ന് വെച്ചാൽ ഞാൻ. അതർക്കഹ എന്ന് പറഞ്ഞാൽ എനിക്ക് അതിൽ തർക്കമൊന്നുമേ ഇല്ല, വാദമൊന്നുമേ ഇല്ല. പിന്നീട് നിജ നിന്റെ, രോഹം എന്ന് വെച്ചാൽ ആരോഹണം ചെയ്യുക, ഉദ്ധരിക്കുക. നിജരോഹം ഉയരുക, ഉണരുക, പുരോഗമിക്കുക. നിജരോഹം വിനാ അഭി. അതുകൂടാതെ സോഹം എല്ലാം എന്താണ്? പരമമായ സത്യമെല്ലാം. സർവം അഹം, സോ അഹം എല്ലാം നാം തന്നെ എന്ന നിലയ്ക്ക് ഇടവര അവസരമുണ്ടാകുന്നില്ല. ആഹന്യമാനം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഇതെല്ലാം ഹനിക്കപ്പെടാവുന്നതാണ്, നശിക്കപ്പെടാവുന്നതാണ്, ഇല്ലാതെയാകുന്നതാണ്. തഥാ എന്ന് പറയുന്ന വാക്കിന് അപ്പോൾ തന്നെ. ആ ഹന്ത എന്ന് പറയുമ്പോൾ ഇവിടെ ആശ്ചര്യം. ഹന്ത ഭാഗ്യം ജനാനാം എന്നൊക്കെ ഇവിടെ പറയും. നമ്മുടെ ഗീതാഗോവിന്ദത്തിൽ പറയുന്നത് പോലെ ഗേഹം എന്ന് പറഞ്ഞാൽ ഗൃഹം, ആരൂഢം. വന്നി എന്ന് പറഞ്ഞാൽ ജ്യോതിസ് അല്ലെങ്കിൽ അഗ്നി എന്നാണ് എൻ്റെ അർത്ഥം. ഏഹം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഏറിയ താല്പര്യം, വലിയ ആഗ്രഹം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇനിയും നമുക്ക് 38-ാമത്തെ ശ്ലോകം കൂടെ നോക്കാം. ആശപ്പശാചുരുടെ വേഷത്തിനാൽ ഹൃദയകോശത്തിനാമയമതിൽ നീ ശക്തിയോടരികിൽ മോശപ്പെടാതെ അഭിനിവേശപ്പെടുന്ന നിലയിൽ ക്ലേശപ്പെടുന്ന യമപാശപ്രയോഗം അതിലേശപ്പെടാതെ കഴിവാൻ ആശപ്പെടുന്ന പളനി ഈശപ്പുരാന്റെ കൃപലേശത്തിനൊന്നിഹ ഞാൻ.
ഒന്നുകൂടെ അത് ഒരു ഏകദേശം പദച്ഛേദം ചെയ്ത് ഞാനൊന്ന് ചൊല്ലാം. ആശപ്പിശാചിനുടെ വേഷത്തിനാൽ ഹൃദയകോശത്തിന് ആമയമതിൽ നീ ശക്തിയോടെ അരികിൽ മോശപ്പെടാതെ അഭിനിവേശപ്പെടുന്ന നിലയിൽ ക്ലേശപ്പെടുന്ന യമപാശപ്രയോഗം അതിൽ ഏശപ്പെടാതെ കഴിവാൻ ആശപ്പെടുന്നു പളനീശപ്പുരാന്റെ കൃപലേശത്തിനൊന്നിനിക ഞാൻ. ഇവിടെയും ഭഗവാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ ഓർക്കുക. ആഗ്രഹം എന്ന് പറയുന്നതിനെ നാം ഇവിടെ ഭഗവാൻ എന്തിനോടാണ് അതൊരു പിശാചാണ്, ഒരു പ്രേതമാണ്, ഒരു ഭൂതമാണ്, ഒരു പ്രേതമാണ്. അത് നിന്നെ ആവേശിക്കപ്പെടരുത്, അത് നിന്നിലേക്ക് പ്രവേശിക്കപ്പെടരുത്, നിന്നെ കീഴടക്കാൻ പാടില്ല. ആശപ്പിശാചിനുടെ വേഷത്തിനാൽ എന്താണ് നമുക്കൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അനുദിനം അനുനിമിഷം നമ്മളെ ഈ ആഗ്രഹം എന്ന് പറയുന്ന പിശാച് കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പിശാച് നമ്മുടെ പിന്നാലെ ഇങ്ങനെ പാഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് പല വിധത്തിലുള്ള ആഗ്രഹങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ്. നീ കാണുന്നില്ലേ? ആ കാണുന്നതൊക്കെ നിനക്ക് വേണ്ടിയുള്ളതല്ലേ? ആ കേൾക്കുന്നതൊക്കെ നിനക്ക് വേണ്ടിയുള്ളതല്ലേ? ഈ രുചിക്കുന്നതൊക്കെ നിനക്ക് വേണ്ടിയുള്ളതല്ലേ? നിന്റെ ഇന്ദ്രിയങ്ങൾക്ക് സുഖങ്ങൾ തരുന്ന, സന്തോഷം തരുന്നതല്ലേ നിന്റെ ചുറ്റും ഈ കാണപ്പെടുന്നതൊക്കെ തന്നെയും പറയുകയാണ്. നല്ല നല്ല കാഴ്ചകൾ നിനക്ക് കാണാൻ ഇവിടെ ഇല്ലേ? പോവുകയല്ലേ? ഇന്നിപ്പോൾ നമ്മളെ പോവുകയാണല്ലേ? നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീട് വിട്ടിറങ്ങി പോവുകയാണ് കാഴ്ചകൾ കാണാൻ. കല്യാണം കഴിഞ്ഞാലും ഓണം വന്നാലും പിറന്നാൾ വന്നാലും ഒക്കെ പോവുകയാണ്, കാഴ്ചകൾ കാണാൻ വേണ്ടി നാം പോവുകയാണ്. നല്ല നല്ല പാട്ടുകളും സംഗീതങ്ങളും കേൾക്കുന്നതിന് വേണ്ടി നമ്മൾ പോവുകയാണ്. നല്ല രുചികൾക്ക് വേണ്ടി നാം വിട്ടിറങ്ങി പോവുകയാണ്. നല്ല നല്ല ആഹാരങ്ങൾക്ക് വേണ്ടി നാം വിട്ടു പോവുകയാണ്. നല്ല നല്ല സ്പർശങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇറങ്ങിപ്പോകുന്നു. നോക്കുക, നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ സംതൃപ്തിക്ക് വേണ്ടി നമ്മൾ പോവുകയാണ്. പറയുകയാണ്, ആശപ്പിശാച് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിനക്ക് സന്തോഷങ്ങൾ, നൈമിഷികമായ സന്തോഷങ്ങൾ തരുന്നതാണ് നിന്റെ ചുറ്റുപാട് നിരന്നിരിക്കുന്നത്, അതിന്റെ പിന്നാലെ നീ പോകുക. പക്ഷെ അവിടെ നീ ഓർത്തുകൊള്ളുക, നിന്റെ ഹൃദയകോശത്തിന്, നിന്റെ ഹൃദയമാകുന്ന ആ അറയുണ്ടല്ലോ, ആ ശ്രീകോവിലുണ്ടല്ലോ, അവിടെ എന്തുവരും? ആമയമുണ്ടാകും, ദുഃഖങ്ങളുണ്ടാകും, ദുരിതങ്ങളുണ്ടാകും. ഈ ആശപ്പിശാചിന്റെ പിന്നാലെ നീ പാഞ്ഞു പോവുകയാണെങ്കിൽ നിന്റെ ഹൃദയകോശത്തിന് ദുരിതങ്ങളുണ്ടാകും, ദുഃഖങ്ങളുണ്ടാകും, ആമയങ്ങളുണ്ടാകും. അതിലെ ദുരന്തങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നീ എന്ത് ചെയ്യണം? നീ ശക്തിയോടരികിൽ മോശപ്പെടാതെ അഭിനിവേശപ്പെടുന്ന നിലയിൽ ക്ലേശപ്പെടുന്ന യമപാശപ്രയോഗം അതിൽ ഏശപ്പെടാതെ കഴിയണമെന്നുണ്ടെങ്കിൽ നോക്കുക, നിരന്തരമായി നമുക്കിങ്ങനെ ഓരോരോ വെല്ലുവിളികൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ശക്തിയോടെ വരികയാണ് ആര്? ഈ ആശപ്പിശാച്. അരികിൽ മോശപ്പെടാതെ അഭിനിവേശത്തിലാണ്. നമ്മൾ തൃഷ്ണയിലേക്ക് കൊടിയ ആഗ്രഹത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമുക്കത് വേണം, എനിക്കത് ആർജിക്കണം, എന്ത് നഷ്ടപ്പെട്ടാലും എനിക്കത് കൈവശമാക്കേണ്ടതായിട്ടുണ്ട്. അതാണ് എനിക്ക് എൻ്റെ ജീവിത ലക്ഷ്യം. അതിനുവേണ്ടി നാം എന്തിനേയും മാറ്റി നിർത്തും, എന്തിനേയും തള്ളിക്കളയും, ആരെയും തള്ളിക്കളയും. എന്ത് ത്യാഗങ്ങൾ സഹിച്ചും നാം ആഗ്രഹിച്ച് നേടുന്നതിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടും. കാരണം എന്താണ്? നമ്മുടെ പിന്നിൽ നിന്ന് നമ്മളെ തള്ളിവിടുന്നത് ഈ ആഗ്രഹമാകുന്ന പിശാചാണ്. ഈ പിശാചിന് യാതൊരു ധാർമ്മിക ബോധങ്ങളും ഉണ്ടായിരിക്കില്ല. അവൻ ആരോടും കടപ്പാടില്ല. ആഗ്രഹം നിങ്ങളിൽ വന്ന് അങ്കുരിച്ചു കഴിഞ്ഞാൽ, അത് തീവ്രമായി കഴിഞ്ഞാൽ, അത് ഒരു തൃഷ്ണയായി നിങ്ങളെ കീഴടക്കി കഴിഞ്ഞാൽ, ഈ ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്തും ചെയ്യും. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാത്തിനെയും നിഷ്കരണം നിങ്ങൾ ഒഴിവാക്കും. അവിടെ ബന്ധങ്ങൾക്കും സൗഹൃദങ്ങൾക്കും യാതൊരു സ്ഥാനവും ആരും തരില്ല. നോക്കുക, നമ്മുടെ നമ്മുടെ ഈ ലോകത്തേക്ക് നോക്കുക, എന്തൊക്കെ ക്രൂരതകളും എന്തെല്ലാം ദുഃഖങ്ങളുമാണോ ഓരോരുത്തരും വന്ന് പതിച്ചുകൊണ്ടിരിക്കുക. എന്താണ് ഇതെല്ലാം? ആശപ്പിശാചിനുടെ ആ സ്വാധീനത്തിൽ വന്ന് ഭവിക്കുന്നതാണ്. അച്ഛൻ അമ്മയോടും, അച്ഛൻ മകനോടും, മകൻ അച്ഛനോടും, അമ്മ മകനോടും, സഹോദരൻ സഹോദരിയോടും, സഹോദരി സഹോദരനോടും, സുഹൃത്തിനോടും ഒക്കെ, അധ്യാപകൻ വിദ്യാർത്ഥികളോടും എന്ന് പറയേണ്ട ആചാര്യൻ ശിഷ്യഗണങ്ങളോടും, പുരോഹിതൻ അനുയായികളോടും ഒക്കെ കാട്ടിക്കൂട്ടുന്ന അക്രമങ്ങൾ നിങ്ങൾ കാണുക. ഇതിൻ്റെ എല്ലാ അടിസ്ഥാന കാരണം എന്താണ്? ആശപ്പിശാച് മാത്രം. ഈ ലോകത്ത് എന്തെല്ലാം തിന്മകൾ നിങ്ങൾ കാണുന്നുണ്ടോ, ആ തിന്മകളുടെയൊക്കെ ആദിമ ബീജമേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഗ്രഹമെന്ന് പറയുന്നത് മാത്രമാണ്.
ആ വിത്താണ് ഈ ലോകത്തെ ഇത്രമാത്രം സംഘർഷാത്മകമാക്കുന്നത്, ദുഃഖാകുലമാക്കുന്നത്, ആമയങ്ങളുടെ കേദാരമാക്കി മാറ്റുന്നത് ആഗ്രഹങ്ങളാണെന്ന് ഭഗവാൻ നമ്മോട് പറയുകയാണ്. ഇത് ബുദ്ധദേവൻ പണ്ട് പറഞ്ഞതാണ്, ക്രിസ്തുദേവൻ പണ്ട് പറഞ്ഞതാണ്, നമ്മുടെ പൂർവികരായ ഗുരുക്കന്മാർ നിരന്തരമായി നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഗുരുക്കന്മാർ അവതരിച്ച് അവർ ഹൃദയം നൊന്ത് ഹൃദയം പൊട്ടി നമ്മോട് പറഞ്ഞിട്ടും നാം അത് കേൾക്കാതെ നിത്യമായി ഈ പിശാചിൻ്റെ വലയത്തിൽ വീണുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ദുരിതപൂർണമാക്കുകയാണ്. അതുകൊണ്ട് പറയുകയാണ്, നീ ഈ ആമയങ്ങളൊക്കെ വരുമ്പോൾ എന്താണ് ഇവിടെ ചെയ്യുക? ശക്തിയുടെ അരികിൽ മോശപ്പെടാതെ അഭിനിവേശപ്പെട്ട നിലയിൽ നിൽക്കുകയാണ്. അതിതീവ്രമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആശപ്പിശാചിന്റെ പിന്നാലെ അഭിനിവേശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ക്ലേശപ്പെടുന്ന യമപാശ പ്രയോഗം അതിലേശപ്പെടാതെ കഴിയുവാൻ നിനക്ക് ഓർക്കുക, അന്തിമമായി നീ ആഗ്രഹങ്ങളുടെ പിന്നാലെ പാഞ്ഞ് എന്തൊക്കെ നേടിയെടുത്താൽ തന്നെയും നീ യമന്റെ പാശത്തിന് അടിപ്പെട്ട് മാത്രമേ പോകാൻ നിനക്ക് കഴിയുകയുള്ളൂ. യമപാശം കാലന്റെ കയ്യിൽ അണയാതെ രക്ഷപ്പെടാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. നീ എന്തൊക്കെ നേടിവെച്ച് കരുതി വെച്ചിരുന്നാലും സൂക്ഷിച്ചു വെച്ചിരുന്നാലും നിനക്ക് ആ യമപാശത്തിന് അടിമയായി പോവുക തന്നെ ചെയ്യും. അതിന് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് അടിപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ ആശപ്പെടുന്ന നീ അപ്രകാരം ആ ദുഃഖദുരിതങ്ങളിൽപ്പെട്ട് ഈ ആശപ്പിശാചിന്റെ പിന്നാലെ പാഞ്ഞു പോകാതെ നിന്നെ സംരക്ഷിക്കാൻ കഴിയുന്ന ആ പളനിപുരേശന്റെ പളനീശപുരാന്റെ ആ ഈശപുരത്തിൽ പളനീശമാകുന്ന പുരത്തിൽ വസിക്കുന്നവൻ പളനീശപുരാൻ, പളനിയിൽ ഈശനായിരിക്കുന്നവൻ, ആ പുരത്തിൽ വസിക്കുന്നവൻ, കൃപ, അവന്റെ കൃപ നിനക്ക്, കാരുണ്യം നിനക്കുണ്ടോ? അവന്റെ ഒരു കാരുണ്യം, ഒരു കൃപാസ്പർശം, കൃപയുടെ ഒരു അല്പമെങ്കിലും നിനക്കുണ്ടോ? തീർച്ചയായിട്ടും നിനക്ക് യമന്റെ പാശങ്ങളിൽ പെട്ടുപോകാതിരിക്കാൻ പറ്റും. ഇവിടെ നിനക്ക് മരണമില്ലാതെയാകാൻ പറ്റും എന്നൊരു വാഗ്ദാനമാണോ ഇവിടെ ഭഗവാൻ നിങ്ങൾക്ക് തരുന്നത് എന്ന് നിങ്ങളുടെ കേവല ചിന്തകൾ കൊണ്ട് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ അതല്ല ഇവിടെ പറയുക. മരണത്തിന് അതീതനാകാനല്ല നിങ്ങളോട് പറയുക. നിങ്ങൾക്കൊരിക്കലും മരണമില്ലാത്ത ഒരു ജീവിതം പകർന്നു തരാൻ പളനീശൻ നിങ്ങളെ, പളനീശപുരത്തിൽ വസിക്കുന്നവൻ നിങ്ങളെ സഹായിക്കുമെന്നല്ല ഇവിടെ പറയുക. ആശകളറ്റ് കഴിഞ്ഞാൽ, മരണദുഃഖങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചിക്കപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഈ ശരീരം ഉപേക്ഷിച്ച് ഈ ശരീരമില്ലാതെ പോയാലും നിത്യനായി പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ പരമാത്മാവിൻ്റെ ഓടൊപ്പം ചേർന്നുകൊണ്ട് ജനന മരണങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് കാലൻ്റെ കയ്യിൽ അകപ്പെടാതിരിക്കാൻ ഒരേ ഒരു വായം മാത്രമേ ഉള്ളൂ നിങ്ങൾ ഓർത്തുകൊള്ളുക. നിങ്ങൾക്ക് മരണത്തിലേക്ക് പെട്ടുപോകാതിരിക്കാൻ ഒറ്റ ഉപായം മാത്രമേ ഉള്ളൂ, എന്തോ? ജനിക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് ഈ പളനിപുരേശന്റെ അനുഗ്രഹം നമുക്ക് സിദ്ധിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പൂർണ്ണമായ അനുഗ്രഹസിദ്ധി നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ നമുക്കിനിയൊരു ജന്മം ഉണ്ടാകില്ല. ഇനിയൊരു ജന്മം ഉണ്ടാകാതിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? മരണത്തെ കീഴടക്കാം. നമുക്കിനിയൊരു മരണവും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ നാം എവിടേക്കാണ് ജനിക്കുക? ഈശ്വരനിലേക്ക് ലയിക്കുന്നു. ഈ കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 രൂപങ്ങളോടുകൂടിയതും പരമാത്മാവിൽ നിന്നുമുണ്ടായി പരമാത്മാവിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു എന്ന് പറഞ്ഞാൽ നിത്യനായിരിക്കുന്ന, നിരാമയനായിരിക്കുന്ന, സനാതനനായിരിക്കുന്ന ആ പരമാത്മാവിൻ്റെ പദങ്ങളിലേക്ക് നാം ചെന്ന് ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജനനമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് മരണവുമില്ല. ഈ ഭക്തിയിലൂടെ ഭഗവാൻ ശ്രീ മുരുകൻ്റെ വേലായുധ സ്വാമിയുടെ ഭക്തിയിലൂടെ നമ്മളെ ഭഗവാൻ എവിടെയാണ് എത്തിക്കാൻ ശ്രമിക്കുന്നത്? ജനന മരണങ്ങൾക്ക് അതീതമായി തീരാനുള്ള ഒരു സിദ്ധിവിശേഷം ആർജിക്കാനാണ് ഭഗവാൻ നമ്മളെ തയ്യാറാക്കുന്നത്. 38ാമത്തെ ശ്ലോകം നമ്മൾ പഠിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് പളനീശനെ നാം ഭജിക്കുക എന്നുള്ളതിൻ്റെ ഉത്തരമാണ് നമുക്കിവിടെ കിട്ടുന്നത്. മോക്ഷം. മനുഷ്യജന്മത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം നിത്യമായ മോക്ഷപദമാണ് എന്ന് നിങ്ങൾ അറിയുന്നു എന്നുണ്ടെങ്കിൽ ആ മോക്ഷം ലഭിക്കാൻ ഭഗവാൻ നിങ്ങളെ സഹായിക്കും. അതിനുവേണ്ടി നിങ്ങൾ പളനിമാമലയിലേക്ക് നടകൊണ്ടുകൊള്ളുക. ഇനി നമുക്ക് 38ാമത്തെ ശ്ലോകം, അതിനകത്ത് ഒന്നുകൂടെ ഞാനൊന്ന് ആശപ്പിശാചിനുടെ വേഷത്തിനാൽ ഹൃദയകോശത്തിന് ആമയമതിൽ നീ ശക്തിയോടരികിൽ മോശപ്പെടാതെ അഭിനിവേശപ്പെടുന്ന നിലയിൽ ക്ലേശപ്പെടുന്ന യമപാശപ്രയോഗം അതിലേശപ്പെടാതെ കഴിവാൻ
ആശപ്പെടുന്നു വളനീശപ്പുരാന്റെ കൃപലേശത്തിനൊന്നിനിഹനാൻ. ആ കൃപ ലേശം ഒരല്പം മാത്രമെങ്കിലും നിനക്ക് ലഭ്യമായി കഴിഞ്ഞാൽ ജനന മരണ ദുഃഖങ്ങളിൽ നിന്ന് നമുക്ക് മോചനമുണ്ടാകും എന്ന് ഭഗവാൻ പറയുന്നു 38-ാമത്തെ ശ്ലോകത്തിൽ. ഇനി നമുക്ക് എന്താ ചോദിച്ചേ? 39-ാമത്തെ ശ്ലോകം. ഒമ്പാർന്ന ഹങ്കരണ കൊമ്പാർന്ന ദുർവിഷയ കമ്പാർന്ന മോഹനിരയ കിംബാഗദാരുവതിൽ വൻപാവ ദുഷ്ടഫലമമ്പാ വളർന്നു വരവേ ചമ്പാശതച്ചവി നിലിമ്പാതി സേവ്യമിഹ നിൻപാദ ഭക്തി മുഴുവൻ സമ്പാദ്യമാകുമൊരു തുമ്പാക്കണം വളനി മുമ്പാലയാധിപവിഭോ. ഇതെല്ലാം നമ്മുടെ ആത്മാവിന് മുക്തി നേടുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുക. നമുക്കറിയാം, ഏതാണ്ട് 1, 2, 3 ശ്ലോകങ്ങൾക്ക് മുമ്പ് ഭഗവാന്റെ കേശാദിപാത വർണ്ണനകളായിരുന്നു. ദണ്ഡായുധപാണിയായിട്ട് പളനിയിൽ പള്ളികൊള്ളുന്ന ശ്രീമുരുകന്റെ പാദാദികേശ വർണ്ണനകളൊക്കെ തന്നതിന് ശേഷം ഇവിടെ ഭഗവാൻ നമുക്കിവിടെ പറഞ്ഞു തരുന്നത്, ഇനിയിപ്പോൾ പറഞ്ഞു വരുന്നത് മൊത്തം എങ്ങനെയാണ് നിങ്ങളുടെ ആത്മാവിനെ ആ വിശുദ്ധ പദവിയിലേക്ക് എത്തിക്കുക, വിശുദ്ധിയുടെ പരകോടിയിലേക്ക് നിങ്ങളുടെ ആത്മാവിനെ എങ്ങനെ എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നു, വൻപാർന്ന അഹങ്കരണ കൊമ്പാർന്ന ദുർവിഷയ കമ്പാർന്ന മോഹനിരയ. നോക്കുക, ഈ മോഹനിരയിലാണ് നമ്മൾ വന്നുപെട്ട് കിടക്കുന്നത്. നിരന്തരമായി ഭഗവാൻ നമ്മോട് പറയുകയാണ്, ഈ മോഹങ്ങളിൽ നിന്ന്, ഈ ആഗ്രഹങ്ങളിൽ നിന്ന്, ഈ ആശകളിൽ നിന്ന്, ഈ ആശപ്പിശാചിൽ നിന്ന് നിനക്ക് മോചനമുണ്ടാകണം. വമ്പാർന്ന അഹങ്കരണം. വമ്പാർന്ന എന്ന് പറഞ്ഞാൽ എത്രമാത്രം വലിപ്പമുണ്ടതിന്? അഗണ്യമാണ്. നമുക്ക് ഗണിക്കാൻ കഴിയാത്ത വലിപ്പം അതിനുണ്ട്. വൻപാർന്ന് എത്രമാത്രം ഭീമാകാരമായ ഒരു കൊമ്പാർന്ന് നിൽക്കുന്നു. അതിന് കൊമ്പും കൂടെയുണ്ട്. അത്രയും വമ്പുമുണ്ട്, അത്രയും വലിപ്പവുമുണ്ട്, അത്രയും കൊമ്പുമുണ്ട്. എന്താണ്? ദുർവിഷയ കമ്പാർന്ന്, ദുർവിഷയമാകുന്ന ശിഖരങ്ങളോട് കൂടിയാണ് അത് നിൽക്കുന്നത്. അത് വലിയ ഒരു വൃക്ഷമായിട്ട് നിനക്ക് തോന്നുമെന്നുണ്ടെങ്കിൽ, നിന്നിൽ വളർന്നു വന്ന് നിൽക്കുന്ന ഒരു വടവൃക്ഷമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് വൻപാർന്നൊരു വൃക്ഷമാണ്. അതിൻ്റെ വൃക്ഷശിഖരങ്ങൾ പല ഉണ്ട്. അതിൽ ദുർവിഷയമാകുന്ന കൊമ്പുകൾ, അതിൻ്റെ അനവധി ഇങ്ങനെ ശിഖരങ്ങൾ വളർന്നു നിൽക്കുകയാണ്. അത് മൊത്തം ആ വൃക്ഷം നിറഞ്ഞു നിൽക്കുന്ന മോഹനിരയാണ്. ആഗ്രഹങ്ങളുടെ ശിഖരങ്ങളാണ് അതിലൂടെ പൊട്ടി വളർന്നു നിൽക്കുന്നത്. അത് ഈ ആകാശത്തെ കീഴടക്കിക്കൊണ്ട് വളർന്നു പോവുകയാണ്. നിന്റെ മോഹമാകുന്ന വൃക്ഷം, ആശകളാകുന്ന ദുർവിഷയങ്ങൾ, അനവധി ദുർവിഷയങ്ങൾ, അതൊന്നും നീ മനസ്സിലാക്കിക്കൊള്ളുക. നിനക്ക് നൈമിഷികമായ സുഖങ്ങൾ തരുന്നതായ ദുർവിഷയങ്ങളാകുന്ന ശിഖരങ്ങളാണ് ഈ വൃക്ഷത്തിൽ പടർന്നു നിൽക്കുന്നത്. കിംബാഗ ദാരുവതിൽ, ഇതൊരു കാഞ്ഞിര വൃക്ഷമാണെന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക. കിംബാഗദാരുവാണ്. കിംബാഗം എന്ന് പറഞ്ഞാൽ കാഞ്ഞിരം, ദാരു എന്ന് പറഞ്ഞാൽ വൃക്ഷം. ഇത് കിംബാഗദാരുവാണ് നിന്നിൽ വളർന്നു നിൽക്കുന്നത്. നിന്റെ ശരീരത്തിൽ, നിന്റെ മനസ്സിൽ, നിന്റെ ചിന്തയിൽ വളർന്നു നിൽക്കുന്ന ഒരു വലിയ വടവൃക്ഷമുണ്ട്. അത് ഒരു ആൽമരമല്ലെന്ന് നീ ഓർക്കണം. സാത്വികമായ ഫലങ്ങൾ തരുന്ന ഒരു വൃക്ഷമല്ല എന്ന് നീ അതോർക്കണം. അതൊരു കാഞ്ഞിര വൃക്ഷമാണ്, കൈപ്പാർന്നതാണത്, കിംബാഗദാരുവാണത്. മോഹങ്ങളാകുന്ന ശിഖരങ്ങളും ഇലകളും തായ്തടികളും വേരുകളുമാണ് അതിൽ വളർന്നു നിൽക്കുന്നത് നീ ഓർക്കണം. ആ വൃക്ഷത്തിന്റെ തായ്തടികളും തായ്വേരുകളും ആഗ്രഹങ്ങൾ, ദുർവിഷയങ്ങളുടെ ശിഖരങ്ങളാണ്. അതിൻ്റെ ഇലകളും അത് തന്നെയാണ്. അതിൻ്റെ ഈ കാഞ്ഞിര വൃക്ഷത്തിന്റെ ഏതൊരു അംശം നീ എടുത്ത് രുചിച്ചു നോക്കിയാലും അത് ദുർവിഷയങ്ങളുടെ കൈപ്പതിലുണ്ടായിരിക്കും. നോക്കുക, എത്ര തീവ്രമായിട്ട്, എത്ര തീഷ്ണമായിട്ടാണ് ഭഗവാൻ നമ്മളിലെ ഈ ആഗ്രഹമാകുന്ന വൃക്ഷത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരിക. ഈ പിശാചിനെ കുറിച്ച് ഭഗവാൻ എത്ര തീവ്രമായി, തീഷ്ണമായി, എത്ര ആഴത്തിലുള്ള ഒരു കാഴ്ചയാണ് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ ഓർക്കുക. ഇത് മറക്കാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്തതായ ഒരു സന്ദേശമാണ് ഈ 39-ാമത്തെ ശ്ലോകത്തിലൂടെ ഭഗവാൻ തരുന്നത്. വൻപാർന്ന അഹങ്കരണ കൊമ്പാർന്ന ദുർവിഷയ കമ്പാർന്ന മോഹനിരയ കിംബാഗദാരുവതിൽ. ഇത് ഒരു കാഞ്ഞിരത്തിന്റെ വടവൃക്ഷമാണ് ഈ ആകാശത്തെ കീഴടക്കിക്കൊണ്ട് നിന്നിൽ വളർന്നു നിൽക്കുന്നത് എന്ന് നീ ഓർക്കുക. കിംബാഗദാരുവതിൽ വൻപാപ ദുഷ്ടഫലമമ്പ വളർന്നു വരവേ. ഈ വൃക്ഷത്തിൽ നിന്ന് നിനക്ക് നല്ലതൊന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഇവിടെ നിനക്ക് വരുന്ന എന്താണ്? വൻപാപ ദുഷ്ടഫലമമ്പ വളർന്നു വരുന്നു. ഈ വൃക്ഷത്തിൽ നിന്ന് നിനക്ക് ലഭിക്കുക വൻപാപ ദുഷ്ടഫലങ്ങൾ മാത്രമാണ്. ഓർക്കണം, മറക്കരുത്, നിരന്തരം നീ ഓർക്കണം, വിസ്മരിക്കാൻ പാടില്ല. ഇത് ഈ വൃക്ഷത്തിൽ നിന്ന് നിനക്ക് വരാൻ പോകുന്നത് പാപഫലങ്ങൾ മാത്രമാണ്.
പാപത്തിന്റെ വൃക്ഷമാണ്, ദുരിതത്തിന്റെ വൃക്ഷമാണ്, ദുഃഖത്തിന്റെ വൃക്ഷമാണ്, നഷ്ടത്തിന്റെ വൃക്ഷമാണ്, പകയുടെ വൃക്ഷമാണ്. ദുർവിഷയങ്ങൾ മാത്രമാണ് ഇതിൽ കായ്ക്കുക. ഇത് നിനക്ക് ആഗ്രഹം, നിനക്ക് കണ്ടു കഴിഞ്ഞാൽ ഓടിച്ചെന്ന് അതിലേക്ക് കയറി അതിന്റെ ആ വൃക്ഷത്തെ നിന്റെ സ്വന്തമാക്കാൻ നിനക്ക് തോന്നും. അത്രമാത്രം മനോഹരമായി വളർന്നു നിൽക്കുന്നു. ആകാശത്തെ കീഴടക്കിക്കൊണ്ട് പ്രദേശമാകെ വളർന്ന് അതിങ്ങനെ വളർന്ന് പന്തലിച്ച് നിൽക്കുമ്പോൾ അത് നിനക്ക് വലിയൊരു മോഹത്തെ തരും. ഓർക്കുക, ദുഷ്ടഫലങ്ങൾ തരാൻ വരാൻ വേണ്ടി അമ്പ വളർന്നു നിൽക്കുന്നു. അത് ഇവിടമാകെ കീഴടക്കിക്കൊണ്ട് വളർന്നു നിൽക്കും. ചമ്പാശതച്ചവി നിലിമ്പാതി സേവ്യം. അത് നീ എന്ത് മനസ്സിലാക്കണം? അപ്പോൾ നീ ആരെ ഓർക്കണം? വളർന്നു വരവേ ചമ്പാശതച്ചവി. എന്താണ് ചമ്പ എന്ന് പറയുന്നത്? പഞ്ചലോഹങ്ങളിൽപ്പെട്ട ഒരു പിന്നെ ലോഹമാണ് ചമ്പ എന്ന് പറയുന്നത്. ചെമ്പ്. അത് അഗ്നിയിൽ ഇട്ട് വെന്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? സ്വർണം പോലെ വിളങ്ങും. സ്വർണമാണോ? അല്ല. ഈ നിൽക്കുന്ന വൃക്ഷം ഇത് ദേവവൃക്ഷമാണോ? അല്ല. ഇത് ആര്യവൃക്ഷം. ഇത് ഏത് വൃക്ഷമാണ്? ആൽമരമാണോ ഇത്? അല്ല. കൽപ്പവൃക്ഷമാണോ ഇത്? അല്ല. ഇത് എന്താണ്? കിംഭാഗദാരുവാണ്. ഇത് കാഞ്ഞിരമാണ്. നിന്നെ മോഹിപ്പിക്കും. എന്താണ്? നിനക്ക് മോഹങ്ങൾ തരും. അപ്പം എന്താണ് ഇവിടെ? ചമ്പാശതച്ചവി. ഇവിടെ നാം എന്ത് ചെയ്യണം? നിലിംബാതി സേവ്യം. നിലിംബൻ എന്ന് പറഞ്ഞാൽ ദേവന്മാർ, സേവ്യം സേവിക്കുക. ഇവിടെ ഈ പ്രഭയോടുകൂടി നിൽക്കുന്ന ഈ വൃക്ഷത്തെ കാണുമ്പോൾ നീ ആരെ ഓർക്കണം? നിലിംബാതി സേവ്യം. ദേവന്മാർ പോലും സേവിക്കപ്പെടുന്ന അവനായിരിക്കുന്ന നിൻപാദ ഭക്തി, നിന്റെ പാദത്തിലുള്ള ഭക്തി സ്വീകരിക്കുന്നവനായിരിക്കുന്നതും എന്നാൽ ദേവന്മാർ പോലും സേവിക്കപ്പെടുന്നവനുമായിരിക്കുന്ന ഈ ജീവിതത്തിൽ മുഴുവൻ സമ്പാദ്യമാകും. നിനക്ക് സമ്പാദ്യമാകാൻ പോകുന്നത് എന്താണ്? ഇത് മാത്രമാണ്. അതുകൊണ്ട് നീ എന്താകണം? ഒരു തുമ്പാക്കണം. എന്ത് കാണണം? ഇതിനെ നീ ഒരു തുമ്പാക്കണം. ഏതിനെയാണ് നീ ഒരു തുമ്പാക്കേണ്ടത്? അതിൻ്റെ ഒരു അഗ്രമാക്കേണ്ടത്? അതിൻ്റെ ആ ചരടിൻ്റെ അഗ്രമായിട്ട് നീ ഏതിനെയാണ് കാണേണ്ടത്? ആ പളനി മാമലയിൽ നിന്നും ഇങ്ങോട്ട് നീണ്ടുവരുന്ന ഒരു വലിയ ഭക്തിയുടേതായ അല്ലെ അനുഗ്രഹത്തിൻ്റെതായ ഒരു ചരട് നിന്നിലേക്ക് നീണ്ടുവരുന്നുണ്ട്. അതിൻ്റെ അഗ്രത്ത് നീ പിടിച്ചുകൊള്ളുക. അതിൽ പിടിച്ചുകൊണ്ട് നീ എവിടേക്കും തന്നെ നടന്നുകൊള്ളുക. ആ പളനിയാകുന്ന മലയിലേക്ക്. പളനിക്ക് മുമ്പാലയനായിരിക്കുന്നവൻ, എല്ലാ ലോകത്തിനും മുമ്പേ ആലയമാക്കിക്കൊണ്ട് പളനി അവിടെ നിൽക്കുന്നുണ്ട്. ഈ സമസ്ത പ്രപഞ്ചത്തിനും ആലയമായിരിക്കുന്ന, വീടായിരിക്കുന്ന, ഗൃഹമായിരിക്കുന്ന, ക്ഷേത്രമായിരിക്കുന്ന ഒരു പ്രഭു അവിടെ വസിക്കുന്നുണ്ട്. അവനിലേക്ക് നീ നിന്റെ യാത്ര തുടരുക. ഒരിക്കലും എന്താണ് ഈ കാഞ്ഞിര വൃക്ഷത്തിലേക്ക് മോഹങ്ങൾ തരുന്ന, ആഗ്രഹങ്ങൾ തരുന്ന, ദുഃഖങ്ങൾ തരുന്ന, ദുരിതങ്ങൾ തരുന്ന ഈ വൃക്ഷത്തിന്റെ സ്വാധീന വലയത്തിൽ നീ പെട്ടുപോകരുത്. അത് നിനക്ക് ദുഃഖ ദുരിത ഫലങ്ങൾ മാത്രമേ തരൂ, നഷ്ടങ്ങൾ മാത്രമേ തരികയുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിൻപാദഭക്തി മുഴുവൻ സമ്പാദ്യമാകും. നിൻപാദഭക്തികൾ മൊത്തം നീ സമ്പാദിച്ചുകൊണ്ട് എവിടേക്ക് നീ നിക്ഷേപിക്കണം? ഭഗവാന്റെ പാദങ്ങളിലേക്ക്, പളനി മുമ്പാലയനായിരിക്കുന്ന ആ ദണ്ഡായുധ പാണിയുടെ പാദങ്ങളിലേക്ക് നിന്റെ ഭക്തി മൊത്തം സമർപ്പിച്ചു കൊള്ളുക. അവനിലേക്ക് നീ നിന്നെ സമാശ്രയിക്കപ്പെടുക. അതുമാത്രമാണ് നിനക്ക് നിത്യമായ സന്തോഷത്തെ തരുന്നത്. വൻപാർന്ന അഹങ്കരണ കൊമ്പാർന്ന ദുർവിഷയ കമ്പാർന്ന മോഹനിരയ കിംഭാഗദാരുവതിൽ വൻപാപ ദുഷ്ടഫലമമ്പാ വളർന്നു വരവേ ചമ്പാ ശതച്ചവി നിലമ്പാതി സേവ്യമിക നിൻപാദഭക്തി മുഴുവൻ സമ്പാദ്യമാകുമൊരു തുമ്പാക്കണം. അതുകൊണ്ട് ഈ ഭക്തിയുടെ ചരടിലേക്ക് നീ പിടിക്കുക. അതിന്റെ തുമ്പിലേക്ക് നീ, അഗ്രഭാഗത്തേക്ക് നീ പോകുക. അതിലൂടെ നീ പോവുക. പളനി മുമ്പാലയനായിരിക്കുന്ന ആ ദണ്ഡായുധപാണിയുടെ, മുരുകന്റെ, കാർത്തികേയന്റെ ഭക്തനായി നീ മാറുക. അവനെ നീ ആശ്രയിക്കുക. 39ാമത്തെ ശ്ലോകത്തിലൂടെ ഭഗവാൻ തരുന്നതും ഈ ഭക്തിയുടെ ഉത്കൃഷ്ടമായ ഉദാത്തമായ ചിത്രങ്ങളാണ്. ഇത്രമാത്രം എന്താ പറയുക? പളനിപുരത്തിൽ വസിക്കുന്നവനായ ഭഗവാനിൽ ഇത്രമാത്രം ലയ സംയോഗം ചെയ്തിരിക്കുന്ന ഒരു മാനസിക അവസ്ഥ ശ്രീനാരായണ ഗുരു പരമഹംസദേവനുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കും. കാരണം നമ്മിൽ പലരും പറയുക ശ്രീനാരായണ ഗുരു ദൈവമാണ്, ദൈവത്തിന് മറ്റൊരു ദൈവത്തെ ആശ്രയിക്കേണ്ടതുണ്ടോ എന്ന് നമ്മളൊരു ചോദ്യം ചോദിക്കും. ഇതെല്ലാം വൻപാർന്ന അഹങ്കരണ കമ്പാർന്ന ചോദ്യങ്ങളാണ് ഇതെല്ലാം. ഈ ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. ഏത് വഴികളിലൂടെയാണ് മഹാഗുരു പോയതോ,
മഹാഗുരു പോയത് ഈ പറയുന്ന മോക്ഷത്തിൻ്റെതായ മരണത്തെ അതിജീവിക്കുന്നതായ മോക്ഷപഥത്തിലേക്ക് എത്തിയത് പളനിപുരേശന്റെ അനുഗ്രഹ വർഷത്തിലൂടെയാണ്, ആ സേവയിലൂടെയാണ്, ആ ഭക്തിയിലൂടെയാണ്. അതിലൂടെയാണ് ആത്മജ്ഞാനം ലഭിക്കുന്നതെന്ന് കൂടി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ അനാവശ്യമായ ചോദ്യങ്ങളൊക്കെ നമുക്കുണ്ടാകുകയുള്ളൂ. ശ്രീനാരായണ ഗുരുവിനെ നാം ദൈവമായി പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ പറയും, ദൈവത്തിന് മറ്റൊരു ദൈവത്തെ ആരാധിക്കേണ്ടതുണ്ടോ? നാം ആലോചിക്കേണ്ടത് മനുഷ്യനായാണ് നാം ഓരോരുത്തരും ജനിക്കുക. മനുഷ്യനായിട്ടാണ് ഈ മണ്ണിൽ വന്ന് പിറക്കുക. നമുക്ക് സർവേശ്വരൻ തന്നിരിക്കുന്ന ഒരു അവസരം എന്താണ്? സർവേശ്വരനെ പോലെയാകാൻ നമുക്കൊരു അവസരം തന്നിരിക്കുന്നു മനുഷ്യന്. ആ ഒരു അവസരം, ആ ഒരു ഭാഗ്യം സിദ്ധിച്ച ഈശ്വര സൃഷ്ടികളിൽ ഒരേ ഒരു ജീവി മനുഷ്യൻ മാത്രമാണ്. മനുഷ്യൻ മാത്രമാണ് ദൈവികതയിലേക്ക് ഉയരാൻ കഴിയുക. മനുഷ്യന് മാത്രമാണ്. മറ്റു മൃഗത്തിനോ പക്ഷമൃഗാദികൾക്കോ വൃക്ഷലതാദികൾക്കോ ഒന്നും തന്നെ ദൈവമായിട്ട് ഉയരാൻ കഴിയില്ല. പക്ഷേ മനുഷ്യനത് കഴിയും. എങ്ങനെ? ഈശ്വരന്റെ വാക്കുകളിലൂടെ, വചനങ്ങളിലൂടെ, ആ പദങ്ങളിലൂടെ, ആ ഉപാസനകളിലൂടെ, ധ്യാനങ്ങളിലൂടെ ദൈവികതയിലേക്ക് എത്തി, സാത്വികതയിലേക്ക് എത്തി, ദൈവികതയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്വയം ആയി മാറാൻ മനുഷ്യന് മാത്രമേ സർവേശ്വരൻ അവസരം കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് മഹാഗുരു ആത്മവിലാസത്തിൽ പറയുന്നു, നാമും ദൈവവും ഒന്നായിരിക്കുന്നു, നാം ഇപ്പോൾ ദൈവത്തോട് ഒന്നായി ചേർന്നിരിക്കുന്നു, നമുക്കിനി വ്യവഹരിക്കുന്നതിന് കഴിയുന്നില്ല. ആ പരമാത്മാവിനോടൊപ്പം ചേർന്ന് ശ്രീനാരായണ ഗുരു പരമഹംസദേവന്റെ അനുഭൂതിയുടെ ഒരവസ്ഥയാണ് ഭഗവാൻ അവിടെയും വിളിച്ചു പറയുന്നത്. അത് ഭക്തിയുടെ, അനുകമ്പയുടെ, സ്നേഹത്തിൻ്റെ ഒക്കെ തന്നെ സ്പർശം തൻ്റെ ജീവിതാനുഭവമാക്കി മാറ്റാൻ ആരിലൂടെയാണ് സാധിച്ചത്? അതിനനുഗ്രഹം ശ്രീനാരായണ ഗുരുവിന് കൊടുത്തത് ഭാരതത്തിൻ്റെ അനുഗ്രഹമൂർത്തികളായ ഈശ്വരാത്മാർ തന്നെയാണെന്ന് കൂടി നാം ഓർത്തുകൊള്ളുക. അവിടെ മഹാവിഷ്ണുവിനും സുബ്രഹ്മണ്യനും ഭഗവതിക്കും പരമശിവനും വിനായകസ്വാമിക്കും ഒക്കെ തന്നെ അതിൽ പങ്കുണ്ട് എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക. അങ്ങനെ ഈ ശ്ലോകം കൂടി നിങ്ങളുടെ മനനത്തിനും ചിന്തയ്ക്കുമായി സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു പഠനവും സമാപിക്കുന്നു. ഈ തിരുവാക്കുകളുടെ ഉപദേഷ്ടാവായിരിക്കുന്ന പരമാത്മാവിനെയും ഈ തിരുവാക്കുകളെ ഈ അക്ഷര രൂപത്തിൽ നമുക്ക് പകർന്നു തന്നിരിക്കുന്ന ശ്രീനാരായണ ഗുരു പരമഹംസദേവനെയും കോടി കോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.